കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി തുറക്കൽ സ്വദേശിനി കോതാളത്തിൽ റിഫാർ അഹമ്മദിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കൌൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ റഹീം പുതുക്കൊള്ളി അവതാരകനായും വാർഡ് കൌൺസിലർ ഫാത്തിമ സുഹ്റ അനുവാദകനുമായാണ് പ്രമേയം അവതരിപ്പിച്ചത്. പാവപ്പെട്ട രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നതിന് പകരം ലാഭത്തിനു വേണ്ടിയാണ് ആശുപത്രികൾ പ്രവർത്തിക്കുന്നത്. ചൊറിക്ക് ചികിത്സ തേടിയെത്തിയ റിഫയ്ക്ക് മലബാർ ആശുപത്രിയിൽ നൽകിയ ചികിത്സയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ OP അത്യാഹിത വിഭാഗം IP ചീട്ടുകളുടെ നിരക്ക് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചത് രോഗികളോടുള്ള വെല്ലുവിളിയാണെന്ന് മറ്റൊരു പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാട്ടി. സാധാരണക്കാരായ 1000-ഓളം പേരാണ് ദിവസവും ആശുപത്രിയിൽ ചികിത്സ തേടി വരുന്നത്. BPL കാർഡ് ഉടമകൾക്കും ഫീസ് വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാകില്ല. OPക്കും അത്യാഹിത വിഭാഗത്തിലും 10 രൂപയും കിടത്തി ചികിത്സയുടെ രജിസ്ട്രേഷന് 20 രൂപയുമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലാബ്, എക്സ്റേ, സ്കാനിംഗ് തുടങ്ങിയ പരിശോധനകൾക്കും തുക വർദ്ധിപ്പിച്ചു. വാർഡുകളിലേക്കുള്ള പ്രവേശന ഫീസും പാർക്കിംഗ് ഫീസും ഇരട്ടിയാക്കി. ഇത് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് പ്രയാസം സൃഷ്ടിക്കും. BPL കാർഡ് ഉടമകൾക്കും ഓങ്കോളജി, കാർഡിയോളജി വിഭാഗത്തിലും ചികിത്സ തേടിയെത്തുന്നവർക്ക് ഫീസ് വർധന ഒഴിവാക്കണമെന്നും കൌൺസിൽ യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. റഹീം പുതുക്കൊള്ളി അവതാരകനായും കൌൺസിലർ മരുന്നൻ മുഹമ്മദ് അനുവാദകനുമായാണ് പ്രമേയം അവതരിപ്പിച്ചത്. നിർമ്മാണം പുരോഗമിക്കുന്ന കുരിക്കൽ സ്മാരക ബസ് ബേ കം ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിന്റെ വൈദ്യുതീകരണ പ്രവൃത്തിക്കായി ജില്ലാതല ഇലക്ട്രിക്കൽ സാങ്കേതിക സമിതിയിൽ നിന്ന് ലഭിച്ച 68,61,000 രൂപയുടെ എസ്റ്റിമേറ്റിന് കൌൺസിൽ യോഗം ഭരണാനുമതി നൽകി. ചെയർപേഴ്സൺ VM സുബൈദ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ VP ഫിറോസ്, കൌൺസിലർമാരായ കണ്ണിയൻ അബൂബക്കർ, മരുന്നൻ സാജിദ് ബാബു എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.